മഹിയേട്ടാ, അവൾ സംശയത്തോടെ അവനെ നോക്കി. എന്താടോ? അല്ല, ഈ അഗ്നിയേട്ടനെ മഹിയേട്ടന് എങ്ങനെ അറിയാം? നിങ്ങളെങ്ങനെയാ പരിചയപ്പെട്ടത്? അവനൊന്ന് ചിരിച്ചു. അതൊക്കെ ഒരു ദിവസം ഞാൻ പറഞ്ഞു തരാട്ടോ. ഇപ്പം താൻ പോയി അനിയത്തിയെ കണ്ടിട്ട് വാ. പിന്നെ വരുമ്പോഴേ നല്ല നെയ്ച്ചാള കിട്ടിയാ വാങ്ങിക്കോ. അവനത് പൊരിക്കുന്നത് വലിയ ഇഷ്ടാ. മഹിയുടെ മുഖത്തെ സന്തോഷം അവളിലും സന്തോഷം പടർത്തി. ഞാൻ പോയിട്ട് വേഗം വരാം മഹിയേട്ടാ. അതുവരെ കണ്ണടച്ച് കിടന്നോട്ടോ. അതോ ഞാൻ പോകുമ്പോഴേ ലാപ്പിൽ കണ്ണും നട്ടിരിക്കോ? ഇടുപ്പിൽ കൈ കുത്തി സൂക്ഷിച്ചു നോക്കി ചോദ്യവുമായി നിൽക്കുന്ന ആ പെണ്ണിനെ കണ്ടപ്പോൾ മഹിയുടെ ഉള്ളൊന്നുലഞ്ഞു. അവൻ്റെ പുഞ്ചിരി കണ്ടുകൊണ്ട് അവൾ ഒരു മന്ദഹാസത്തോടെ ഡ്രസ്സുമെടുത്ത് ബാത്റൂമിൽ കയറി. അവൾ പോയെന്നുറപ്പാക്കി മഹി ഫോണെടുത്ത് രഘുവിനെ വിളിച്ചു. കുറച്ച് സമയം സംസാരിച്ചു. പിന്നെ ഫോൺ മാറ്റിവെച്ച് കട്ടിൽ കയറി കണ്ണടച്ചു കിടന്നു. ആ സമയം വീട്ടിലേക്ക് പോയ ശരത്തിനെ ഓർത്ത് വിഷമിച്ച് നിൽക്കുകയാണ് പാറു. മോളെ, നീ എന്താലോചിച്ച് നിൽക്കുക? അമ്മയുടെ വിളിയാണ് അവളെ ചിന്തയിൽ നിന്നും ഉണർത്തിയത്. ഒന്നുമില്ലമ്മേ, വെറുതെ. അവൾ വെറുതെ പുറത്തേക്കിറങ്ങി നടന്നു. ഷെടാ, ഈ കുട്ടിക്ക് ഇതെന്തായിപ്പോ? അവർ പിറുപിറുത്തുകൊണ്ട് ബെഡിലേക്കിരുന്നു. ആ സമയത്താണ് ചന്തു അവിടേക്ക് വരുന്നത്. അമ്മേ. ആ മോളെ, ജോലി തീർത്ത് കൊടുത്തോ മോളെ? അവരുടെ ചോദ്യം അവളെ ഒന്നുലച്ചു. പിന്നെ അവൾ മെല്ലെ തലയാട്ടി. ആ, അങ്ങനെ വേണം മോളെ. ചെയ്യുന്ന ജോലിയോട് നമുക്കൊരു ഉത്തരവാദിത്തം വേണം. എൻ്റെ മോൾക്കതുണ്ട്. അവരുടെ ആ വാക്കുകൾ അവളെ വേദനിപ്പിച്ചു. മോളെ, നീ വന്നോ? രഘുവിൻ്റെ സ്വരം കേട്ടതും അവൾ തിരിഞ്ഞു. മോളിങ് വന്നേ, ഞാനൊരു കാര്യം പറയട്ടെ. അയാൾ പറഞ്ഞതും അവളുടെ കണ്ണുകൾ ചുരുങ്ങി. എന്താ അങ്കിൾ? പവിമോൾക്ക് എന്തേലും? അയ്യോ, അതൊന്നുമല്ല. ഇത് വേറൊരു കാര്യമാ. മോള് വാ, ഞാൻ പറയാം. അവൾ തിരിഞ്ഞ് അമ്മയൊന്ന് നോക്കി. മോള് പോയിട്ട് വാ. അവർ പറഞ്ഞതും അവൾ അയാൾക്ക് പിന്നാലെ ഇറങ്ങി. കോറിഡോറിൻ്റെ അറ്റത്ത് നിൽക്കുന്ന അയാളെ കണ്ടതും അവൾ അവിടേക്ക് നടന്നു. അങ്കിൾ. മോളെ, നാളെ വൈകുന്നേരം പവിമോളെ ഡിസ്ചാർജ് ചെയ്യും. അവളെ ഇപ്പോഴേ ഇത്രയും ദൂരം. അങ്കിൾ എന്താ ഉദ്ദേശിച്ചത്? മോളെ, അവൾക്കിപ്പോൾ നല്ല കെയറും വിശ്രമവും ആവശ്യമാണ്. ഇവരെ ഇവിടെ ഒരു വീടെടുത്ത് താമസിപ്പിച്ച മോൾക്കും അവരെ പോയി കാണാം. നാട്ടിലാണെങ്കിൽ. അങ്കിൾ, ഇത്ര പെട്ടെന്ന് ഇവിടെ ഒരു വീടെന്നൊക്കെ പറഞ്ഞാ? അതോർത്ത് മോള് വിഷമിക്കണ്ട. എൻ്റെ ഗസ്റ്റ് ഹൗസ് വെറുതെ കിടക്കിയ. മോൾക്ക് വിരോധമില്ലെങ്കിൽ ഇവരെ നമുക്ക് അവിടെ ആക്കാം. അപ്പം എല്ലാം കൊണ്ടും സൗകര്യമായിരുന്നു. ഇനിയിപ്പം നാട്ടിൽ പോയാലും മന്ത്ലി ചെക്കപ്പ് ഉള്ളതല്ലേ. യാത്ര ഭയങ്കര റിസ്ക്കാണ്. ഇതാവുമ്പോൾ റിസ്ക് കുറവല്ലേ? മോളൊന്ന് സമാധാനമായിട്ട് ആലോചിച്ച് പറ. പിന്നെ എല്ലാ സൗകര്യങ്ങളുമുള്ള വീടാണ്. ഒന്നും വാങ്ങേണ്ടതായി പോലുമില്ല. അയാൾ ഓർത്തു പറഞ്ഞു. അവൾ ആലോചിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. ഇതിപ്പോൾ എന്താ വേണ്ടത്? മഹിയേട്ടനോട് ചോദിക്കാം. അവൾ പെട്ടെന്ന് ഫോണെടുത്ത് അവനെ വിളിച്ചു. അവളുടെ ഒറ്റ റിങ്ങിൽ തന്നെ അവൻ കോളെടുത്തു. മഹിയേട്ടാ. അങ്കിൾ. അവൾ കാര്യങ്ങൾ വിശദീകരിച്ചു. കേട്ടിട്ട് അങ്കിള് പറഞ്ഞതാ ശരി. കൊച്ചു കുട്ടിയല്ലേ, റിസ്ക് എടുക്കണ്ടടോ. അവൻ്റെ വാക്കുകൾ കൂടി കേട്ടതും അവൾക്ക് ആ ടോപ്പിക്കിലെ ടെൻഷൻ മാറിക്കിട്ടി. അവൾ അവനോട് സംസാരിച്ച് ഫോൺ കട്ടാക്കി. തിരിഞ്ഞപ്പോൾ കാണുന്നതോ ഏതോ ലോകത്തിൽ അകപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന പാറുവിനെയും. മോളെ. ചന്തുവിൻ്റെ വിളി അവളെ ഉണർത്തി. എന്താ ചേച്ചി? മോളെ, നീ എന്താ ഇങ്ങനെ ആലോചിച്ചു കൂട്ടുന്നേ? ഒന്നുമില്ല ചേച്ചി, വെറുതെ. അങ്ങനെയാണേ ചേച്ചി ഒരു കാര്യം പറയട്ടെ. എന്താ ചേച്ചി? ചേച്ചി ഇവിടെ ഒരു വീട് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇപ്പോഴേ നാട്ടിലേക്ക് പോകണ്ട. പവിമോൾക്കും അതാ നല്ലത്. സർജറി മാത്രമേ കഴിഞ്ഞുള്ളൂ. നന്നായി ശ്രദ്ധിക്കേണ്ട സമയമാ. ചേച്ചി. പാറു ഞെട്ടലോടെ ചന്തുവിനെ നോക്കി. ഞാനേതായാലും ശരത്തിനെ വിളിച്ച് പറയട്ടെ. അവൻ നാട്ടിൽ പോയത് തന്നെ നമ്മുടെ വീട് വൃത്തിയാക്കാനാകും. പാവം, അവനെയും ശാരദേച്ചിയും ഓർക്കുമ്പോഴാ ഒരു വിഷമം. എന്തായാലും 6 മാസമെങ്കിലും നമുക്കിവിടെ നിന്നേ പറ്റൂ. ശാരദേച്ചിക്ക് നല്ല വിഷമമാകും. എന്നാലും പവിമോളുടെ കാര്യമായോണ്ട് സമ്മതിക്കും. 2 ആഴ്ച കഴിഞ്ഞ് ചെക്കപ്പുണ്ട്. പിന്നെ എല്ലാ മാസവും.
അപ്പോൾ ആ യാത്രയും ഒഴിവായി കിട്ടുമല്ലോ. ഞാൻ അതോർത്താ ചെയ്തത്. പാറുവിന് എന്താ പറയേണ്ടതെന്ന് പോലും അറിയാതെയായി. വലിയൊരു കരച്ചിൽ അവളുടെ തൊണ്ടക്കുഴിയിൽ തളം കെട്ടി നിന്നു. പൊട്ടിക്കരയാതെ അവൾ കൈകൾ ചുരുട്ടി പിടിച്ചു നിന്നു. ഹലോ ചേച്ചി. ചന്തുവിൻ്റെ കോൾ എടുത്തുകൊണ്ട് സന്തോഷത്തോടെ ശരത്ത് വിളിച്ചു. ശരത്ത് വീട്ടിലാണോ? ശാരദേച്ചി അടുത്തുണ്ടോ മോനെ? സ്നേഹത്തോടെ അവൾ ചോദിച്ചു. ഞാൻ കൊടുക്കാൻ ചേച്ചി. അവൻ ഫോൺ കൈമാറി. സ്നേഹാന്വേഷണം കഴിഞ്ഞ് ചന്തു കാര്യം അവതരിപ്പിച്ചു. അത് കേട്ടതും ശരത്ത് ഞെട്ടിപ്പോയി. അത് നന്നായി മോളെ. നിങ്ങളെ കാണാത്തതിൽ വിഷമമുണ്ട്. പക്ഷേ പവിമോൾക്ക് വേണ്ടിയല്ലേ. വീടൊക്കെ ഞാൻ നോക്കിക്കോളാം. അവളൊന്നും ഓക്കെയായാൽ പെട്ടെന്നിങ്ങ് വന്നേക്കണം. ഇല്ലേ ശാരദേച്ചി ഒറ്റപ്പെട്ടു പോകും. അവരുടെ സ്വരമിടറി. എന്താ ശാരദേച്ചി ഇത്? ഞങ്ങൾ അവിടേക്ക് വരാതെ എവിടെ പോവാനാ? പവിമോളുടെ കാര്യമായോണ്ട് മാത്ര. പിന്നെ ഇത് അമ്മയോട് പറഞ്ഞിട്ടില്ല. അറിയുമ്പോൾ വിഷമമാകും. എന്നാലും സാരമില്ല. ഇതൊക്കെ കേട്ട ശരത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ പെട്ടെന്ന് തൻ്റെ റൂമിലേക്ക് കയറിപ്പോയി. ശരത്ത് എവിടെ ശാരദേച്ചി? ഒന്ന് കൊടുത്തേ. അവൻ വന്നതല്ലേ ഉള്ളൂ മോളെ. ഫോൺ തന്നിട്ട് റൂമിലേക്ക് പോയി. ഫ്രഷായി വരുമ്പോൾ മോളെ വിളിക്കാൻ ഞാൻ പറയാട്ടോ. നിങ്ങൾ അവിടെ താമസമാകുമ്പോൾ പറയ്. ഞാനും മോനും അവിടേക്ക് വരാം. കൊച്ചിനെ ഒന്ന് കാണാതെ എൻ്റെ ചങ്ക് പിടയ്ക്കുവാ. ശരി ശാരദേച്ചി, ഞാൻ പറയാട്ടോ. എന്നാ വയ്ക്കുവാണേ. ശരി മോളെ. മോനെ, നീ കുളിക്കുവാണോ? ബാത്റൂമിൽ തട്ടി അവർ ചോദിച്ചു. കരച്ചിലടക്കാൻ പാടുപെട്ടുകൊണ്ട് അവനൊന്ന് മൂളി. അവർ അതോടെ തിരികെ പോയി. എൻ്റെ പാറൂസേ, നിന്നെ കാണാതെ ഞാൻ എങ്ങനാണടി ഇവിടെ? അത് ഓർക്കും തോറും അവൻ്റെ കണ്ണുകൾ ഒഴുകിക്കൊണ്ടേയിരുന്നു. അവരോട് സംസാരിച്ച ശേഷം റൂമിൽ ചെന്ന് ലളിതയോടും കാര്യം പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടാണ് അവൾ തിരികെ മംഗലത്തേക്ക് പോയത്. അവൾ ഓട്ടോയിൽ ചെന്നിറങ്ങുമ്പോഴാണ് ലച്ചു മുറ്റത്തേക്ക് വരുന്നത്. ഓ വന്നു മോരണം. ഇവളെ ഇവിടെ നോടിക്കാൻ ആർക്കും കഴിയുന്നില്ലല്ലോ. അവൾ പിറുപിറുത്തോണ്ട് നിന്നു. ചന്തു അവളെ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴാണ് ലച്ചുവിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത്. രോഹി എന്ന് കണ്ടതും അവളുടെ മുഖം ചുളിഞ്ഞു. താല്പര്യമില്ലാതെ അവൾ ഫോൺ എടുത്തു. എന്താടാ? ലച്ചൂസേ. രോഹിയുടെ പ്രണയം നിറഞ്ഞ ശബ്ദം. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ രോഹി എന്നെ വിളിക്കാൻ പാടില്ലെന്ന്. അവൾ മുരണ്ടു. ഇങ്ങനെ ദേഷ്യപ്പെടാതെ പൊന്നെ. നീ നാട്ടിൽ പോയിട്ട് ഇന്ന് വരെ ഞാൻ വിളിച്ചോ? ഇല്ലല്ലോ. ഇപ്പം വിളിക്കാൻ ഒരു കാരണമുണ്ടായി. എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന സംഭവം. അത് നിന്നോട് ആദ്യം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല പെണ്ണേ. അതാ ഞാൻ വിളിച്ചത്. അതെന്താടാ അങ്ങനെ ഒരു മഹാസംഭവം? പുച്ഛം കലർന്ന സ്വരത്തിൽ അവൾ ചോദിച്ചു. ലച്ചൂസേ, എനിക്ക് ജോലി കിട്ടിയടി. അതും നല്ല സാലറിയിൽ. ആണോ? നന്നായി. ഇനിയെങ്കിലും നീ എന്നോട് തിണ്ടില്ലല്ലോ. പുച്ഛത്തോടെ അവൾ പറഞ്ഞു. അവനത് വിഷമം ഉണ്ടാക്കിയെങ്കിലും അതവൻ വിട്ടുകളഞ്ഞു. പിന്നീട് അറിയാനുള്ള ആകാംക്ഷയോടെ ചോദിച്ചു. ലച്ചൂസ്, നീ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എനിക്കെന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. നിന്റെ ലക്ഷ്യം എന്തായി? നീ പോയ രോഹി, എനിക്ക് 100 കൂട്ടം പണിയുണ്ട് ഇവിടെ. അവൻ കളിയാക്കിയതാണെന്ന് കരുതി അവൾ ദേഷ്യത്തിൽ ഫോൺ കട്ടാക്കി. പെട്ടെന്നാണ് അവൾക്ക് തല ചുറ്റുന്ന പോലെ തോന്നിയത്. അവൾ പെട്ടെന്ന് സ്റ്റെപ്പിലേക്ക് കയറിയിരുന്നു. അപ്പോഴാണ് അടുത്തൊരു ടാക്സി അവിടേക്ക് വന്ന് നിന്നത്. അവൾ നോക്കിയതും അതിൽ മഹേശ്വരി ഇരിക്കുന്നത് കണ്ടു. ഓ, ഈ തള്ളയായിരുന്നോ? ഇവരെന്താ ടാക്സിയിൽ? അവൾ ഓർത്തതും അവർ ഡോർ തുറന്നിറങ്ങി. കയ്യിൽ ചുറ്റിയിരിക്കുന്ന പ്ലാസ്റ്റർ കണ്ടിട്ടും അവൾക്കൊരു കുലുക്കവും. അത് മഹേശ്വരി ശ്രദ്ധിച്ചു. അവർ കാശും കൊടുത്ത് മറു കയ്യിൽ കവറുമായി കയറി വന്നു. കോളടിച്ചല്ലോ അപ്പച്ചി. ഇനിയിപ്പോ ഒരിടത്തിരുന്ന് മൂക്കുമുട്ട തിന്നാലോ. അവളുടെ ആ പരിഹാസം അവരെ അടിമുടി വിറപ്പിച്ചു. പക്ഷെ ഒന്നും മിണ്ടാതെ അവളെ കടന്ന് കയറിപ്പോയി. തള്ളയുടെ നാക്കും പോയോ? പുച്ഛത്തോടെ ഓർത്തുകൊണ്ട് അവൾ ഫോണിൽ ഞോണ്ടാൻ തുടങ്ങി. കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയോടെ ഉറങ്ങുന്ന മഹിയെ കണ്ടതും ചന്തുവിന് വല്ലാത്ത വാത്സല്യം തോന്നി. അവൾ അവൻ്റെ അരികിൽ ചെന്ന് അവൻ്റെ തലമുടിയിൽ മെല്ലെ തഴുകി. അവനൊന്ന് കുറുകിയതും അവൾ പെട്ടെന്ന് കൈ പിൻവലിച്ചു. അവൾക്ക് വല്ലാത്ത യാത്രാക്ഷീണം തോന്നി. എങ്കിലും യാത്ര കഴിഞ്ഞ് വന്നതല്ലേ എന്നോർത്ത് അവൾ പെട്ടെന്ന് ബാത്റൂമിൽ കയറി ഒന്ന് കുളിച്ചിറങ്ങി. അപ്പോഴാണ് മഹി പറഞ്ഞ കാര്യം അവൾ ഓർത്തത്.
അയ്യോ, മറന്നല്ലോ എൻ്റെ മഹാദേവ. അവൾ പെട്ടെന്ന് തന്നെ താഴേക്കോടി. ദേവൂട്ടി, എനിക്ക് നിന്റെ സ്കൂട്ടിയുടെ ചാവി ഒന്ന് തരുമോ? മാർക്കറ്റിൽ വരെയും പോകാനാ. അതിനെന്താ ഏട്ടത്തി? ഞാനും വരായിരുന്നു, പക്ഷെ ഇപ്പോൾ നിവർത്തിയില്ല. ഒരു പ്രോജക്റ്റ് തീർക്കാനുണ്ട്. സാരമില്ലടാ, ഞാൻ ഓടിപ്പോയിട്ട് വരാം. ഏട്ടത്തി, ഒരു ഡയറി മിൽക്ക് കൂടി. ചന്തു ചിരിയോടെ തലയാട്ടി പുറത്തേക്കിറങ്ങി. അവൾ സ്കൂട്ടി എടുത്ത് പോകുന്നത് കണ്ടതും ലച്ചു ആ സെക്കൻഡിൽ ഫോൺ എടുത്ത് ദത്തിനെ വിളിച്ചു. എടാ, അവളിതേ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, ദേവുവിൻ്റെ വണ്ടിയിൽ. ഇത് നിന്റെ ലാസ്റ്റ് ചാൻസാ. ഇത് നീ വെറുതെ കളഞ്ഞ നിന്റെ മരണം എൻ്റെ കൈകൊണ്ടായിരിക്കും. എന്നെ വിശ്വസിക്കില്ല ചൂസേ, ഇന്നവൾ തിരികെ മംഗലത്ത് തറവാട്ടിലെത്തില്ല. ദത്ത് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കി. അവൻ്റെ കണ്ണുകളിൽ ക്രൂരത നിറഞ്ഞു.